അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വെരി വെരി ഗുഡ് മോർണിംഗ്. രാവിലെയൊക്കെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിലിടണം കേട്ടോ. ഓണക്കൊടി വാങ്ങിയിട്ടില്ല, ഓണക്കൊടി വാങ്ങണം. ഞാൻ ഇന്നലെ വൈകുന്നേരമൊക്കെ വാങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ പ്ലാനിങ്ങൊന്നും നടന്നില്ല, ചീറ്റിപ്പോയി. ഇപ്പം ഇന്ന് ഓണം സെലിബ്രേഷനാണ് കമ്പനിയിൽ. അപ്പോൾ ഇപ്പോൾ പോയി വാങ്ങാമെന്ന് വെച്ചു. നമുക്കിവിടെ പോകാനായിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതിൽ പോയി എയർപോർട്ടിൽ പോകില്ല, അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ട് തിരിച്ച് വല്ല ടാക്സി എങ്ങനെ പിടിച്ച് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇന്ന് ഓണായിട്ട് വേറെ ഡ്രൈവേഴ്സിനൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ച് ആരും എനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പോണ വണ്ടിയിൽ പോകാമെന്ന് വെച്ചു. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സാധനത്തിനെ കാണിച്ചു തരാം. सईद भाई हैं क्या हैप्पी ओणम हैं? सुबह सुबह झूठ बोल रहे നമ്മുടെ ഈ വണ്ടി ദുബായിലായിരുന്നു. ദുബായിൽ നമ്മുടെ ക്യാമ്പ് ഉണ്ട് അവിടെ. അപ്പോൾ ആളുടെ വെളുപ്പിന് രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 9:17 രാവിലെ വിളിച്ചപ്പോൾ ഒരു 8 മണിക്ക് വിളിച്ച് പറഞ്ഞ് ഷാർജ എത്തിന്ന് പറഞ്ഞു. എവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയില്ല ആള്. എന്തത് ബില്ല രാവിലെ തന്നെ ബില്ലൊക്കെയുള്ള കയ്യിലേക്ക് തന്നെ. അപ്പോൾ പൈസ ഞാൻ കമ്പനീസിലേക്ക് പേ ചെയ്യാം. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ട ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്നെ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് നല്ല ടാക്സി വെച്ചു. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയി വരുമ്പോഴേക്കും ഇവിടെ ഓണാഘോഷം പരിപാടിയൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സിയാണ്. ഓക്കെ, മുഷ്കിൽ. രാവിലെ തന്നെ ദുബായിൽ നിന്ന് കുറേ ബില്ലുകളും മേടിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും അവിടെ एयरपोर्ट पहुंचने आईफोन वाला नहीं देगा. आप ले लो एक वाला. नहीं देगा दुकान में. कितना आईफोन मिलेगा? गिफ्ट दे दो. क्या गिफ्ट? आपका आईफोन गिफ्ट കൊടുക്കാൻ ഇട്ട് തരാട്ടാ. ലെഫ്റ്റ് गिफ्ट दे दो. अयो फोन पे പോയ भाई. हाँ, मेरे को ये दुकान में छोड़ो. मैं हाँ फिर कैसा आएगा? ओ इधर नहीं नहीं, वापस में टैक्सी करके जाएगा. उधर वेट कर, जब मैं आएगा उठा के लेके आएगा. अच्छा, मेरे को इधर दूसरा काम है भाई. आज ओणम सेलिब्रेशन है ना. हाँ ഇതാണ് ഓണം സ്പെഷ്യൽ ഷർട്ട് ഗൈസ്. ഇതിൽ പേരെടുക്കോ? കൺഫ്യൂഷൻ ആയല്ലോ. എടാ, അങ്ങനെ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. മുണ്ട് കൂടിമുണ്ട്. ഷർട്ട് കുഴപ്പമില്ല, ഇട്ടോക്കി സെറ്റ് കേട്ടോ. അപ്പോൾ ഓണത്തിനുള്ള ഓണക്കോടി ആയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ കുറച്ച് നേരം തപ്പി തടഞ്ഞ് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ചേട്ടൻ്റെ ഒരു ഷർട്ട് എടുക്കാൻ പറഞ്ഞത് അത് എടുത്തിട്ടുണ്ട്. ഒരു കോടിമുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ചുമ്മാ ഓണമൊക്കെ അല്ല. ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. മുണ്ട് കുഴപ്പമില്ല, നല്ലതല്ലേ. കോടിമുണ്ട് നല്ലതാണ്, നല്ലതായിരിക്കും. മതി. അപ്പോൾ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ മുണ്ട് എടുത്തായിരുന്നു. എടുത്ത് മീൻസ് എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇത് വേണോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇപ്പോൾ നിൽക്കാം കേട്ടോ. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആൻസർ കിട്ടിയിട്ടില്ല. നോക്കട്ടെ, അവള് പറയട്ടെ ഏത് ഇഷ്ടമായി നോക്കട്ടെ. അപ്പോൾ ഓക്കെ, കസവ് എടുക്കാൻ നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് അക്കോമഡേഷനിലേക്കൊക്കെ വേണ്ടിയുള്ള ബെഡ് കാര്യങ്ങൾ, അതുപോലെ ബ്ലാങ്കറ്റ്സ്, സെഡ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കൂടുതൽ പർച്ചേസ് ഇവിടെ തന്നെയായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യാറ്, കമ്പനിയിലുള്ളവരായാലും എല്ലാവരായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നമുക്ക് കടയിൽ നിന്ന് അവർ ചെയ്തു തരാറുണ്ട്. അത്യാവശ്യം നല്ലൊരു വിലയിൽ തന്നെ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ അവരൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ സമയം 10:15.
അപ്പോൾ ബോസ് 10:30 പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കണം. ദൈവം ഇവിടുത്തെ ഞാൻ ചെല്ലുമ്പോൾ എത്ര മണിയാവോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ടാക്സി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാക്സിയിലൊരു യാത്ര അങ്ങനെ ഇരിക്കുന്നില്ല, സ്റ്റൈലിലൊക്കെ ഇരിക്കുന്നത് കാണിച്ചാട്ടാ. അങ്ങനെ ഓണക്കോടിയൊക്കെ എടുത്ത് വരാട്ടോ. ആളുടെ ഇരിക്കണത് സ്റ്റൈലാണ്. പിന്നെ ഓയിൽ ബ്രെഡൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അവിടെ കയറിയിട്ട് ബ്രെഡിലൊരു തേങ്ങയില്ല. റൂമിലാണെങ്കിൽ കോഴിമുട്ട ഇരിക്കുന്നുണ്ട്. കോഴിമുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് ഒരു പിടപ്പ സാധനം ഉണ്ടാക്കാൻ വെച്ചിട്ട് എന്തെങ്കിലാവട്ടെ. रावलपिंडी के 13 MNA की सीटें हैं जो हारी हुई. അപ്പോൾ നമ്മളത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളത് ഇവിടെ എത്തണ ഇതാണ് നമ്മുടെ പുതിയ കമ്പനി പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള കമ്പനി ഈ കമ്പനി പോയി. ഓക്കെ, ബെസ്റ്റ് ഗൾഫ് ക്ലാഡിംഗ്. അങ്ങനെ നമ്മൾ ടാക്സിക്ക് വന്നിറങ്ങി. ടാക്സി പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണിത്? ബെസ്റ്റ് ഗൾഫ് ക്ലാഡിംഗ് ടൈഡക്സ്. ഇതും കൂടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വരാന്ന് വിചാരിച്ചു. സമയം അതിക്രമിച്ചിരിക്കണോ? 11:05. അവിടെ പോയിട്ട് പരിപാടി ഒളിപ്പിക്കണ്ടേ? സെറ്റാക്കാം. نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഓണം കോസ്റ്റ്യൂം. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ഇന്നെടുത്ത ഡ്രസ്സാണത്. അടിപൊളിയല്ലേ? ഇതാ നമ്മുടെ ഷാമേട്ടൻ മന്ദം മന്ദം നടന്നു വരികയാണ്. MCR അയാളുടെ മുഖത്ത് ഭാവം നോക്ക്. നടനാണ്, മഹാനടൻ. ഇപ്പം നമ്മുടെ നോയിൽ മച്ചൻ നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് കയറാൻ പോകുന്നു ഗായ്സ്. അപ്പോൾ ഇന്ന് പാട്ട് വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഹാപ്പി ആണോ കേട്ടോ? ഓക്കെ, ആൽഫ്രഡേ ഹാപ്പി ആണോ മച്ചാനെ? നോയിൽ പ്രശാന്ത് ഏട്ടൻ എല്ലാവരും ഉണ്ട് ഇവിടെ. അകത്തേക്ക് കയറാ. പോട്ടെ, മോളിക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ ഓഫീസ്. ഓക്കേ ശ്യാമേട്ടാ, അതെ അല്ലേ? അപ്പൊ ഞാനാരായി അടിക്കണം? സൗണ്ട് സൗണ്ട് മാത്രമേ അടി അടി കളിപ്പിക്കണേ. സാവേജ് ക്രിസ്ത്യൻ ഡയർ അപ്പൊ നമ്മുടെ സ്ഥിരം പ്രവാസികളുടെ വാങ്ങാട്ടായിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബോസിന്റെ പിള്ളേർ കേട്ടോ. നമ്മുടെ ബോസിന്റെ ആണ് ബോസിന്റെ ആള്, ബോസിന്റെ ഇളയത്, ബോസിന്റെ വൈഫും ബോസിന്റെ മകനും, മൂത്ത മകനാട്ടോ. ഹാപ്പി ആണോ മാൻ? നമ്മുടെ ബോസ്.
ഹാപ്പി ഓണം. ഹായ് ഹായ് മാൻ, ഹാപ്പി ഓണം. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി പറക്കൽ, അതാണ് അടുത്ത മത്സരം. കുട്ടികളൊക്കെ ഇവിടെ കളിക്കണേ. അപ്പൊ നമുക്ക് മിഠായി അവർ വിളിച്ചിട്ട് പറക്കൽ ആരംഭിക്കാം. ആദ്യം മിഠായി പൊട്ടിച്ചിട്ടുള്ള മിഠായി പറക്കൽ. പാട്ട് വേണം. നമ്മുടെ വാശിയിലെ മിഠായി പറക്കലിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ദേശീയാമ നോബൽ. സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അനൗൺസ് അടുത്തതായി സുന്ദരിക്ക് പെട്ടുകുത്ത്. അടുത്ത മത്സരം സുന്ദരിക്ക് പൊട്ടുകുത്ത്. ആദ്യ അടുത്ത കണ്ടസ്റ്റന്റ് നെഫർലാൻഡോ. ഇപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, ഓണത്തിന്റെ ഫുഡ്. ടേസ്റ്റി ഗ്രിൽ. ഓക്കെ,
ഇപ്പോൾ ഫുഡ് കൗണ്ട് ചെയ്ത് നമ്മുടെ സ്റ്റോറിലേക്ക് കൊണ്ടുപോയി കേട്ടോ. എൻ്റെ മക്കളെ ഇത് നോക്കിയേ, ഇതെത്ര ഏകദേശം 101 കാണും കേട്ടോ. 101 കാണും. നമ്മൾ നാണയം ഉണ്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് 31 പേർക്കുള്ള ഫുഡ് ദുബായ് ക്യാമ്പിലേക്കുള്ളതാണ്. ഓക്കെ റെഡിയാണോ? ഓക്കെ ബൈ. ഓക്കെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമ്മുടെ നസീർ ഭായ് ആണ്. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നോയിൽ അവിടെ ഉണ്ടോ? ഇത് ഷാമേട്ടൻ, ഇത് നോയില്. നോയിലിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. നോയില മേരെ സാത്ത് ബി ആവോ. ഓക്കെ ഓക്കെ ബൈ. ഓ ओके उसका गाड़ी आज ही मिलेगा तो लेके आएगा. और क्या है? ओ जल्दी जाओ, वो लोग वो खाने के लिए इंतजार कर रहे हैं. ठीक है. हेलीकॉप्टर नहीं, डायरेक्ट उधर ही बिठाएगा. हेलीकॉप्टर को डायरेक्ट उधर ही बिठाएगा. जाओ. ओके ओके ओके. हैप्पी ओणम. हैप्पी और हैप्पी ओणम. हैप्पी ओणम.
അപ്പോൾ ഇന്നത്തെ ഓണാഘോഷം ഇത്രേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ഓണാഘോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരിക്കൽ കൂടെ. അടുത്തൊരു വീഡിയോയിൽ കൂടെ നമുക്ക് ഇനിയും കാണാം. ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനത്തെ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ. ഓക്കെ, എനിക്ക് ടൈമൊന്നും കിട്ടാറില്ല, അപ്പോൾ ശ്രമിക്കാം. ഓക്കെ, ഹാപ്പി ഓണം. مشکل من دوری از توه اینقدر بازم ناز نکن بیا فقط مال خود من باش و در رو غریبه باز نکن میدونی کامیار با تو میمونه